പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിനി പറയാൻ പോകുന്നത് അബ്സോർപ്ഷൻ ഓഫ് മിനറൽ എലമെന്റ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ന്യൂട്രിയൻസിനെ കുറിച്ച് പറഞ്ഞു. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ന്യൂട്രിയൻസ് ആണുള്ളത്, മാക്രോ ന്യൂട്രിയൻസും അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസും. ഈ ന്യൂട്രിയൻസ് പലപ്പോഴും ജലത്തിന്റെ കൂടെ തന്നെയാണ് മുകളിലോട്ട് പോവേണ്ടത്. ഏതൊക്കെ രീതിയിലാണ് ന്യൂട്രിയൻസ് ഉള്ളിലോട്ട് പോകുന്നത്? നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാട്ടറിന്റെ അബ്സോർപ്ഷൻ മെക്കാനിസം പറഞ്ഞിരുന്നു. പാസീവ് അബ്സോർപ്ഷനും ആക്റ്റീവ് അബ്സോർപ്ഷനും അപ്പോപ്ലാസ്റ്റും സിംപ്ലാസ്റ്റും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള എല്ലാവിധ അബ്സോർപ്ഷൻ പ്രക്രിയയിലൂടെയും ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസും കടന്നു പോകുന്നത്. നോക്കൂ, നിങ്ങൾ ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസിന്റെ പ്രസൻസ് എപ്പോഴും റൂട്ടുമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഈ ന്യൂട്രിയൻസ് യഥാർത്ഥത്തിൽ മണ്ണിനുള്ളിലുള്ള ന്യൂട്രിയൻസ് ആണല്ലോ. മണ്ണിനുള്ളിലുള്ള ന്യൂട്രിയൻസ് സാധാരണ രീതിയിൽ ഈ പറയുന്ന റൂട്ട് ഹെയറുകൾ വഴിയാണ് റൂട്ടിലേക്ക് കയറുന്നത്. ഇവിടെ റൂട്ട് ഉണ്ട്, റൂട്ട് ഹെയർ ഉണ്ട്, വാട്ടറിന്റെ കണ്ടന്റ് ഉണ്ട്, സാൻഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, ക്ലേ പാർട്ടിക്കിൾസ് ഉണ്ട്, എയർ പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും പ്രസൻസിലാണ് പലപ്പോഴും ന്യൂട്രിയൻസ് ഉള്ളിലോട്ട് പോവുക. അങ്ങനെ ഉള്ളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ന്യൂട്രിയൻസ് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടും. ഇപ്പൊ മാഗ്നീഷ്യം ആണ്, നമുക്കറിയാം, അത് ക്ലോറോപ്ലാസ്റ്റിലോട്ട് പോവാം. അതേപോലെ തന്നെ കാൽഷ്യം, അതേപോലെ തന്നെ ഫോസ്ഫറസ്, അത് ന്യൂക്ലിയസിലേക്ക് DNA-യുടെ സിന്തസിസിൽ വളരെ പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കുന്ന ആൾക്കാർ. അങ്ങനെ ഓരോ ഘട്ടത്തിലോട്ടും എലമെന്റുകൾ സെല്ലിന്റെ ഉള്ളിലേക്ക് പോവാറുമുണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന ന്യൂട്രിയൻസ് ഉള്ളിലോട്ട് പോകുന്നത്? ന്യൂട്രിയൻസ് ഉള്ളിലേക്ക് പോകുന്നതിന് പലതരത്തിലുള്ള മെക്കാനിസംസ് ഉണ്ട്. അതിൽ നമുക്കറിയാം, സൈലം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഫ്ലോയം ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അതേപോലെ കോംപ്ലക്സ് ടിഷ്യൂസിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിന്റെ വളരെ പ്രധാനപ്പെട്ട ഇൻവോൾവ്മെന്റ് ഒക്കെ ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ട് ഓഫ് എലമെന്റ്സിനെ ബാധിക്കാറുണ്ട്. എത്ര ടൈപ്പ് ട്രാൻസ്പോർട്ട് ഉണ്ട്? ആക്റ്റീവ് അബ്സോർപ്ഷൻ ഉണ്ട്. വി ക്യാൻ സേ ദാറ്റ് ദ അപ്ടേക്ക് ഓഫ് ന്യൂട്രിയൻസ് occurs at both the roots and the leaves, water and minerals, carbon dioxide. Ions may be taken up by the plant cell by two important methods. They are passive absorption mechanism and active absorption mechanism. ഇപ്പൊ രണ്ട് പ്രധാനപ്പെട്ട മെക്കാനിസം വഴിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന എലമെന്റുകൾ ഉള്ളിലോട്ട് പോകുന്നത്. നമുക്കറിയാം, പാസീവ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് വിതൗട്ട് ദ ഇൻവോൾവ്മെന്റ് ഓഫ് എനർജിയാണ്. It is an absorption of minerals without direct expenditure of metabolic energy. ഒരു തരത്തിലുള്ള എനർജിയുടെ സഹായത്തോടെ അല്ലാതെ എലമെന്റുകൾ ഉള്ളിലോട്ട് പോകുന്ന പ്രക്രിയക്കാണ് പാസീവ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇൻ പാസീവ് അബ്സോർപ്ഷൻ, മിനറൽ സാൾട്ട് അബ്സോർപ്ഷൻ ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ ആൻഡ് മെറ്റബോളിക് ഇൻഹിബിറ്റേഴ്സ്. ഒരു തരത്തിലുള്ള മെറ്റബോളിക് ഇൻഹിബിറ്റേഴ്സ് പോലും ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടിനെ, ഇത്തരത്തിലുള്ള അബ്സോർപ്ഷൻ മെക്കാനിസത്തിനെ ബാധിക്കാറേ ഇല്ല. ഓക്കെ, ദെൻ റാപ്പിഡ് അപ്ടേക്ക് ഓഫ് അയോൺ occurs. എങ്ങനെയാണ് റാപ്പിഡ് അപ്ടേക്ക് നടക്കുന്നത്? പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വഴിയാണ്. Rapid uptake of iron occurs when plant tissue are transferred from a medium of low concentration to high concentration. The major hypotheses that explain the mechanism of passive transport ions are this much. There are different methods. One is called passive absorption method. Mass flow theory ഉണ്ട്, or mass flow hypothesis ഉണ്ട്. Then contact exchange theory ഉണ്ട്, കാർബോണിക് ആസിഡ് എക്സ്ചേഞ്ച് തിയറി ഉണ്ട്, ആൻഡ് ഡൊണാൻ ഇക്വലിബ്രിയം ഉണ്ട്. ഇതൊക്കെ പലപ്പോഴും പരീക്ഷയ്ക്ക് 2 മാർക്സിന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ പാസീവ് അബ്സോർപ്ഷൻ മെക്കാനിസത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത് മാസ് ഫ്ലോ ഹൈപ്പോത്തിസിസ് ഓർ മാസ് ഫ്ലോ തിയറി, കോണ്ടാക്ട് എക്സ്ചേഞ്ച് തിയറി, കാർബോണിക് ആസിഡ് തിയറി ആൻഡ് ഡൊണാൻ ഇക്വലിബ്രിയം. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലതരത്തിലുള്ള ഡിഫ്യൂഷൻ. ഇപ്പൊ പാസീവ് അബ്സോർപ്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് സഹായിക്കുന്നതാണ് ഡിഫ്യൂഷൻ. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള എലമെന്റുകൾ കുറഞ്ഞ സ്ഥലത്തോട്ട് പോവാറുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡിഫ്യൂഷൻ, ഫ്രം ദ ഏരിയ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ദ ഏരിയ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. ദെൻ ഫെസിലിറ്റേറ്റഡ്. എന്താണ് ഫെസിലിറ്റേറ്റഡ്? ആരെങ്കിലും ഒരാളുടെ സപ്പോർട്ടോട് കൂടിയാണ് ഈ തരത്തിലുള്ള ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഒരു ഫെസിലിറ്റേറ്റർ പ്രോട്ടീൻ, ഒരു ചാനൽ ഉണ്ടാവും, ഒരു ചാനൽ പ്രോട്ടീൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ചാനൽ പ്രോട്ടീന്റെ സഹായത്തോടു കൂടി ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. Then another one is called carrier diffusion. അത് ഒരു കാരിയർ ആയിരിക്കും ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ പല രീതിയിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പാസീവ് ട്രാൻസ്പോർട്ട് മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ. ഇതേപോലെ തന്നെ വേറൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, യൂണിപോർട്ട്, സിംപോർട്ട് ആൻഡ് ആന്റിപോർട്ട്. യൂണിപോർട്ട് എന്ന് പറഞ്ഞാൽ, പോർട്ട് എന്ന് പറഞ്ഞാൽ വഴി എന്നാണ്. ഇപ്പൊ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ എയർ വഴിയാണ്.
ഈ ഒരു പോർട്ട് വഴി ഒരു എലമെന്റ് മാത്രം ഒറ്റ ഡയറക്ഷനിൽ പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് യൂണിപോർട്ട്. ഇപ്പൊ പുറമേ നിന്ന് ഒരു കാൽഷ്യം എന്ന് പറയുന്ന എലമെന്റ് ഉള്ളിലോട്ട് ഒറ്റക്ക് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് യൂണിപോർട്ട്. ദെൻ സിംപോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് ഇപ്പൊ ക്ലോറിൻ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് പൊട്ടാസ്യം പുറത്തോട്ട് പോകുന്നു. അങ്ങനെ ഒരേ സമയം തന്നെ ഡിഫറെന്റ് ഡയറക്ഷനിൽ എലമെന്റ് പോകുന്ന മെക്കാനിസത്തിനെ സിംപോർട്ട് എന്ന് പറയുന്നു. ഇനി ആന്റിപോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് ഉള്ളിലോട്ട് പോകുമ്പോൾ മറ്റൊരു എലമെന്റ് പുറത്തോട്ട് പോകുന്നു. ഇപ്പൊ സിംപോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് എലമെന്റുകൾ ഒന്നിച്ചുകൊണ്ട് ദാറ്റ് ഈസ് കോൾഡ് സിംപോർട്ട്. ആന്റിപോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് ഉള്ളിലോട്ട് പോകും, മറ്റൊരു എലമെന്റ് പുറത്തോട്ട് പോകുന്നു. സോ വി ക്യാൻ ഡിസ്കസ് വാട്ട് ഈസ് യൂണിപോർട്ട്. യൂണിപോർട്ട് ഈസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് വൺ സൊല്യൂട്ട് അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒരാൾ മാത്രം പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് യൂണിപോർട്ട്. ദെൻ സിംപോർട്ട് എന്ന് പറഞ്ഞാൽ സിംപോർട്ട് ട്രാൻസ്പോർട്ട് ദ സൊല്യൂട്ട് ആൻഡ് കോൺ ട്രാൻസ്പോർട്ടഡ് സൊല്യൂട്ട് അറ്റ് ദ സെയിം ടൈം ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരു രണ്ട് എലമെന്റുകൾ ഒന്നിച്ചുകൊണ്ട് ഒരേ ഡയറക്ഷനിൽ പോവാണ് ദാറ്റ് ഈസ് കോൾഡ് സിംപോർട്ട്. ദെൻ ആന്റിപോർട്ട് എന്ന് പറഞ്ഞാൽ ആന്റിപോർട്ട് ഈസ് ദ ട്രാൻസ്പോർട്ട് ദ സൊല്യൂട്ട് ആൻഡ് കോ ട്രാൻസ്പോർട്ടഡ് സൊല്യൂട്ട് ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരാൾ ഉള്ളിലോട്ട് വരുമ്പോൾ ഒരാൾ പുറത്തോട്ട് പോകുന്നു. വൺ ഗോസ് ഇൻ ദ അതർ ഗോസ് ഔട്ട് ഓർ വൈസ് വേഴ്സ. അങ്ങനെ തിരിച്ചും മറിച്ചും രണ്ട് ഡയറക്ഷനിൽ വ്യത്യസ്ത എലമെന്റുകൾ പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആന്റിപോർട്ട്. അപ്പൊ ഇതാണ് പാസീവ് ട്രാൻസ്പോർട്ടിന്റെ ബേസിക് ആയിട്ടുള്ള ചില കൺസെപ്റ്റുകൾ. ഇനി നമുക്ക് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. വാട്ട് ഈസ് സിമ്പിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഞാൻ പറഞ്ഞു എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്നുള്ളത്. വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് a process that transports molecule from region of higher concentration to the region of lower concentration without the aid of the transmembrane protein. Facilitated diffusion എന്ന് പറഞ്ഞാൽ a process that transports molecule across membrane with the aid of channel or carrier protein from higher concentration region to the lower concentration region. ഇതിന്റെ occurrence എങ്ങനെയാണ്? It is not involved but it is involved. ഇതിന്റെ പലപ്പോഴും ഇൻവോൾവ്മെന്റ് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസസ് ആണ്. Then moving molecule, only small molecule can transport by simple diffusion, but small and large molecules can transport by facilitated diffusion. Then occurrence through the phospholipids bilayer in a solution through a transmembrane protein. അപ്പം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം ഡിഫറൻഷിയേറ്റ് സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പൊ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എപ്പോഴും ഒരു ഫെസിലിറ്റേറ്റർ ഉണ്ടാവും. ഇവിടെ ഒരു കാരിയർ പ്രോട്ടീൻ ചാനലാണ്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോട്ടീൻ ഇതിനെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഓക്കെ, പ്രോട്ടീൻ ചാനലാണിത്. ഇതൊരു കരിയർ പ്രോട്ടീൻ ആണ്. അപ്പൊ രണ്ട് രീതിയിലുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഫെസിലിറ്റേറ്റർ. ഇത് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടിന്, അതായത് പാസീവ് ട്രാൻസ്പോർട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള തിയറികൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള തിയറികൾ മുമ്പിൽ വന്നിട്ടുണ്ട്. ദേ ആർ കോൾഡ് പാസീവ് അബ്സോർപ്ഷൻ തിയറി ആൻഡ് ആക്റ്റീവ് അബ്സോർപ്ഷൻ തിയറി. എന്തൊക്കെയാണ് പാസീവ് അബ്സോർപ്ഷൻ, ആക്റ്റീവ് അബ്സോർപ്ഷൻ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. മാസ് ഫ്ലോ ഹൈപ്പോത്തിസിസ്, അയൺ എക്സ്ചേഞ്ച് തിയറി, ഡൊണാൻസ് ഇക്വിലിബ്രിയം, കോണ്ടാക്ട് എക്സ്ചേഞ്ച് തിയറി, കാർബോണിക് ആസിഡ് എക്സ്ചേഞ്ച് തിയറി. ഇപ്പൊ അയൺ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ്. അതിൽ രണ്ടെണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് കോണ്ടാക്ട് എക്സ്ചേഞ്ച് ആണ്, മറ്റൊന്ന് കാർബോണിക് ആസിഡ് എക്സ്ചേഞ്ച് തിയറിയാണ്. എന്താണ് കോണ്ടാക്ട് എക്സ്ചേഞ്ച് തിയറി, എന്താണ് കാർബോണിക് ആസിഡ് എക്സ്ചേഞ്ച് തിയറി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതേപോലെ തന്നെ ആക്റ്റീവ് അബ്സോർപ്ഷൻ, അവിടെ നമുക്കറിയാം ATPയുടെ സഹായം ഉണ്ടാവും. അങ്ങനെ ആക്റ്റീവ് അബ്സോർപ്ഷനിൽ നമുക്ക് രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. വൺ ഈസ് കോൾഡ് കാരിയർ കൺസെപ്റ്റ്. എന്താണ്? One is called carrier concept and second one is called cytochrome pump hypothesis. Carrier concept ആണ് നമുക്ക് സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. അതിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നു. That is called protein lecithin theory and gold theory. അപ്പൊ എന്താണ് ഫസ്റ്റിൽ നമ്മൾ പറയുന്ന മാസ് ഫ്ലോ തിയറി? According to this theory, ions are absorbed by the root along with the mass flow of water under the effect of transpiration. നമുക്കറിയാം ട്രാൻസ്പിരേഷൻ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ച ആൾക്കാരാണ്. ട്രാൻസ്പിരേഷന്റെ ഭാഗമായിട്ട് പല രീതിയിലും വെള്ളം നഷ്ടപ്പെടുകയും അതിനാനുപാതികമായിട്ട് വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ദിസ് തിയറി ഫെസിലിറ്റേറ്റഡ് ടു എക്സ്പ്ലെയിൻ ദ സാൾട്ട് അക്യുമുലേഷൻ അഗെയിൻസ്റ്റ് ഓസ്മോട്ടിക് ഗ്രേഡിയന്റ്. അപ്പൊ ഈ തിയറി വളരെ ക്ലിയർ ആയിട്ട് സാൾട്ട് അക്യുമുലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നാണ്. An increase in transpiration pull increase the uptake of iron by the roots, the uptake of iron by the free diffusion. Thus, mass flow of iron through the root tissue occurs due to the transpiration pull in the absence of metabolic energy. അപ്പോൾ മെറ്റബോളിക് എനർജിയുടെ ആബ്സെൻസിൽ വളരെ വ്യക്തമായിട്ട് വലിയ രീതിയിൽ എലമെന്റുകൾ ഉള്ളിലോട്ട് പോകുന്ന പ്രവർത്തനത്തിനെയാണ് എന്ത് പറയുന്നത്? മാസ് ഫ്ലോ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇതാണ് മാസ് ഫ്ലോ ഹൈപ്പോത്തിസിസ്. യു ക്യാൻ സീ ദ എലമെന്റ്, ദിസ് ഇസ് മാസ് ആണ്, വളരെ വലിയ കൂട്ടമാണ്. കൂട്ടമായിട്ടുള്ള എലമെന്റുകൾ ഉള്ളിലോട്ട് റൂട്ട് വഴി കയറുന്ന പ്രോസസ്സിന്റെ പേരാണ് മാസ് ഫ്ലോ ഹൈപ്പോത്തിസിസ്. Then what about the contact exchange theory? എന്താണ് കോണ്ടാക്ട് എക്സ്ചേഞ്ച് തിയറി?
ഇത് കോണ്ടാക്ട് ആണ്. റൂട്ടിനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ചില എലമെന്റുകൾ ഉള്ളിലോട്ട് പോകുന്ന പ്രക്രിയയാണ് കോണ്ടാക്ട് എക്സ്ചേഞ്ച് തിയറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റ് ദ കോണ്ടാക്ട് എക്സ്ചേഞ്ച് തിയറി ആൻഡ് ദ കാർബോണിക് ആസിഡ്. രണ്ട് തിയറി ഇവിടെ ക്ലിയർ ആയി പറയുന്നുണ്ട്. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് contact exchange theory. What is actually contact exchange theory? Based on this theory, the ions adsorbed on the surface of the root cell and clay particles are in continuous oscillation. Continuous ആയിട്ടുള്ള oscillation ഇവിടെ കാണാൻ പറ്റും. When the roots and clay particles are in close contact with each other, the oscillation radius of the ion on the clay particle may overlap with the ion adsorbed on the root cell. അപ്പോൾ പലപ്പോഴും മണ്ണുമായിട്ട് വളരെ വലിയ ബന്ധമുള്ള ആളുകളാണ് റൂട്ടുകൾ. ഈ റൂട്ടിന്റെ അടുത്തേക്ക് ക്ലേ പാർട്ടിക്കിൾസ് വരികയും സ്വാഭാവികമായിട്ടും ഈ ക്ലേ പാർട്ടിക്കിൾസിൽ നിന്നുള്ള എലമെന്റുകൾ റൂട്ടിനോട് അഡ്സോർബ് ചെയ്യുകയും ചെയ്യും, റൂട്ടിനോട് ഒട്ടിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു കോണ്ടാക്ട് ചെയ്തുകൊണ്ട് എലമെന്റുകൾ ഉള്ളിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന തിയറിക്ക് പറയുന്ന പേരാണ് കോണ്ടാക്ട് എക്സ്ചേഞ്ച് തിയറി. When these oscillation radii overlap, there is a chance of spontaneous exchange of ion between clay particle and root surface. അങ്ങനെ റൂട്ട് സർഫസിന്റെയും ക്ലേ പാർട്ടിക്കിൾസിന്റെയും ഇടക്ക് ഒരു വളരെ നല്ലൊരു ഓസിലേഷൻ ഉണ്ടാവുകയും based on this oscillation the element getting to ഈ എലമെന്റുകൾ സ്വാഭാവികമായിട്ടും ഉള്ളിലോട്ട് പോകുന്നു. അങ്ങനെ മണ്ണുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം സൃഷ്ടിച്ചുകൊണ്ട് എലമെന്റുകൾ ഉള്ളിലോട്ട് പോകുന്ന പ്രവർത്തനത്തിനെയാണ്, പ്രോസസ്സിനെയാണ് കോണ്ടാക്ട് എക്സ്ചേഞ്ച് തിയറി എന്ന് പറയുന്നത്. ഇനി അനദർ വൺ കാർബോണിക് ആസിഡ് എക്സ്ചേഞ്ച് തിയറി. എന്താണ് കാർബോണിക് ആസിഡ് എക്സ്ചേഞ്ച് തിയറി? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. ഇവിടെ വാട്ടർ മോളിക്യൂൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വാട്ടർ മോളിക്യൂളും കാർബൺ ഡൈ ഓക്സൈഡും ക്ലബ് ചെയ്തുകൊണ്ട് കാർബോണിക് ആസിഡ് ഉണ്ടാവുന്നു. That is very interesting theory we can discuss. According to this theory, the carbon dioxide released during the respiration of the root cell combined with the water to form carbonic acid. അപ്പോൾ റൂട്ടിൽ എപ്പോഴും നമുക്കറിയാം മെറ്റബോളിക് പ്രോസസിന്റെ ഭാഗമായിട്ട് റെസ്പിറേഷൻ നടക്കും. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ആണ്. അപ്പൊ ഗ്ലൂക്കോസ് മോളിക്യൂൾ ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. അതോടൊപ്പം തന്നെ ATP ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഈ പറയുന്ന റൂട്ടിന്റെ അടുത്തുള്ള വെള്ളവുമായിട്ട് ക്ലബ് ചെയ്തുകൊണ്ട് കാർബോണിക് ആസിഡ് ഉണ്ടാവും. അതാണ് കാർബോണിക് ആസിഡ് H2CO3, H2CH3. H2CO3 ആണ് നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്ത് HCO3 എന്ന് എഴുതുന്നത്. കാർബോണിക് ആസിഡ് ഡിസോസിയേറ്റ് അയോൺ H+ ആൻഡ് ആൻ അനയോൺ HCO3. ഇത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയായി മാറും? H+ അതോടൊപ്പം തന്നെ HCO3യുമായി മാറുന്നു. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് H+ and HCO3. Then the cation thus released into the soil solution from the clay particles may be adsorbed on the root cell in exchange of H+ ions or in ion pairs with the bicarbonate. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ K+ എങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ K+ ഇവിടെ ഉണ്ട്, പകരം H+ ഇങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങനെ ഒരു പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആസിഡുകൾ തയ്യാറാവുന്നു. കാർബോണിക് ആസിഡ് ഈ പറയുന്ന H+ റിലീസ് ചെയ്ത് കൊടുക്കുന്നു. എന്തിന്? K+ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ സാധനങ്ങൾക്ക് പകരം സാധനം കൊടുക്കുക എന്ന് പറയുന്ന ബാർട്ടർ സമ്പ്രദായം പോലെ തന്നെ ഇവിടെ മണ്ണ് K+ കൊടുക്കുമ്പോൾ തിരിച്ച് പ്ലാന്റ് H+ ഭൂമിയിലോട്ട് റിലീസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഒരു കാർബോണിക് ആസിഡ് എക്സ്ചേഞ്ച് ഇവിടെ നടക്കുന്നു. അങ്ങനെ ഈ പറയുന്ന ചെടികൾക്ക് എന്ത് കിട്ടുന്നു? K+ കിട്ടുന്നു. The cation thus released into the soil solution from the clay particle may be adsorbed on the root cell in exchange of H+ ion or is an ion pair with bicarbonate. Thus the soil solution play an important role in the carbonic acid theory. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ആര് നിർവഹിക്കുന്നു? ഈ പറയുന്ന ക്ലേ പാർട്ടിക്കിൾസും അതേപോലെ തന്നെ വെള്ളവും കാണിക്കുന്നു. അങ്ങനെ HCO3 എന്തായി മാറുന്നു? HCO3 + K+ ഒന്നിച്ചുകൊണ്ട് റൂട്ടിലേക്ക് കയറുന്നു. ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ച് വഴി ചില എലിമെന്റുകൾ ഉള്ളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ that process is called carbonic acid exchange theory. ഇനി another important one is called Donan's equilibrium. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, റൈറ്റ് ആൻ അക്കൗണ്ട് ഓൺ Donan's equilibrium. എന്താണ് Donan's equilibrium എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പൊ നമ്മളിപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട തിയറിയാണ്. ഒന്ന് കാർബോണിക് ആസിഡ് എക്സ്ചേഞ്ച് തിയറി, അനദർ വൺ ഈസ് കോണ്ടാക്ട് എക്സ്ചേഞ്ച് തിയറി. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഇതൊക്കെ. അതോടൊപ്പം തന്നെ റൈറ്റ് ആൻ അക്കൗണ്ട് ഓൺ മാസ് ഫ്ലോ ഹൈപ്പോത്തിസിസ് ചോദിക്കാം. എന്താണ് മാസ് ഫ്ലോ ഹൈപ്പോത്തിസിസ്? എന്താണ് കോണ്ടാക്ട് എക്സ്ചേഞ്ച് തിയറി? എന്താണ് കാർബോണിക് ആസിഡ് എക്സ്ചേഞ്ച് തിയറി? ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. ഓക്കെ, താങ്ക് യു.